SFIയുടെ രാവണൻ കോട്ടകൾ വളരെ ആസൂത്രിതമായി ഈ അരാജകവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. എല്ലാ കുട്ടികളും മാഫിയകളാണെന്നോ എല്ലാ കുട്ടികളും ഈ മയക്കുമരുന്നിന് അടിമകളാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ അധ്യാപകരെ അസഭ്യം പറയുന്നവരും അരാജകവാദികളായി ഫ്രീ സെക്സ് വാദികളായി, ഇത് പറഞ്ഞത് കോളേജിന്റെ പ്രിൻസിപ്പളാണ് മാധു, ഞാൻ പറഞ്ഞതല്ല. ശരി ശരി. അപ്പോ SFIയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് ഏത് എന്ന് ശ്രീ RV ബാബു തന്നെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞത് മതേതരമായ ചടങ്ങാണ്, അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അത് SFIയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന് പറഞ്ഞു പോകുന്നു. 1.5 വയസ്സായ കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു. എന്തിന്റെ കാര്യത്തിലാ? ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് കണ്ടില്ല. നമ്മുടെ നാട്ടില് 1.5 വയസ്സും 2 വയസ്സായ കുട്ടികൾക്ക് ചേലാകർമ്മം നടത്തിക്കൊണ്ട് അവരുടെ ബാലാവകാശത്തെ നിഷേധിക്കുന്ന ചടങ്ങുകൾ നാട് മുഴുവൻ നടക്കുന്നത്. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കേമന്മാർക്കും തയ്യാറല്ല. ശ്രീ RV ബാബു, ഇപ്പോ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടന്ന പാദപൂജ അല്ലെങ്കിൽ ഗുരുപൂജ എന്ന വിഷയത്തിനൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ ചോദിക്കുകയാണ് ശ്രീ സന്ദീപ് വാര്യർ, എന്തിനാണ് BJPയുടെ ജില്ലാ നേതാവിനെ ആ ഗുരുപൂജയുടെ ഭാഗമാക്കിയത്? അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മതേതരമാണ്, സാംസ്കാരികമാണ് എന്നതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയം കൂടിയില്ലേ? അതോ കേരളത്തിൽ 300-ലേറെ സ്കൂളുകൾ വിദ്യാനികേതനുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു സംഭവം ഉയർത്തി കാണിച്ചിട്ടാണ് ഈ BJPയുടെ ജില്ലാ സെക്രട്ടറിയെ പൂജിച്ചു എന്ന് പറയുന്നത്. BJPയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ആ സ്കൂളിൻ്റെ പ്രസിഡന്റാണ്. നമ്മുടെ നാട്ടിൽ ഗുരു എന്ന സങ്കല്പത്തിൽ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, സമൂഹത്തിലെ ആദരിക്കപ്പെടേണ്ട ആളുകളെയൊക്കെ വിളിച്ച് ആദരിക്കുകയും അവരെ പാദപൂജ ചെയ്യുകയോ ഗുരുപൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ഈ പറയുന്ന സ്കൂളുകളിലും ഈ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആ സ്കൂളിൻ്റെ പ്രസിഡന്റാണ് ഈ പറയുന്ന അനൂപ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ആ സ്കൂളിൻ്റെ പ്രസിഡന്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ്. അപ്പോൾ ഈ ചടങ്ങ് നടന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും ആദരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. മുതിർന്നവരെ ആദരിക്കുക, ആരാധിക്കുക, അവരിൽ ആദരിക്കാനായിട്ട് കുട്ടികൾക്കൊരു സംസ്കാരം പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതിനെ ഇത്ര കണ്ട് വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായി ഇപ്പോൾ മാധു ചോദിച്ചു, ഇത് മതേതരമായ ചടങ്ങാണോ, മതം ഇല്ലേ ഇതിനകത്തുനിന്ന്? നമ്മുടെ നാട്ടിൽ മതമോ സംസ്കാരമോ എന്ന് തിരിച്ചറിയാത്ത ഇത്തരത്തിൽ ഒരുപാട്, ഇപ്പൊ വിദ്യാരംഭം മതമാണോ സംസ്കാരമാണോ മാധു? വിദ്യാരംഭം നടത്തുന്നത് നമ്മൾ മതം നോക്കിയിട്ടാണോ? എത്രയോ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന നിങ്ങളടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരു മതചടങ്ങായിട്ടാണോ വിദ്യാരംഭത്തെ കാണുന്നത്? എന്നാൽ വിദ്യാരംഭത്തിന്റെ ചരിത്രമോ അതിന്റെ ഐതിഹ്യമോ നോക്കിയാൽ അതിന് മതവുമായിട്ട് ബന്ധമില്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില സംസ്കാരങ്ങൾ അത് രൂപപ്പെട്ട് അത് പൊതു സംസ്കാരമായിട്ട് മാറുകയാണ്. അല്ല, അവിടെ വിയോജിപ്പുണ്ട് ശ്രീ RV ബാബു. നമ്മൾ വിദ്യാരംഭ ചടങ്ങ് വിദ്യാലയങ്ങളിൽ ആചാരപരമായി നടത്താറില്ല. ഞാൻ ജനങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ മാധു, വിദ്യാരംഭം നമ്മൾ വിദ്യാലയങ്ങളിൽ ആചാരപരമായി നടത്താറില്ല. നമ്മൾ നാവിൽ പൊന്മോതിരം കൊണ്ട് ഹരിശ്രീ എഴുതിയിട്ടല്ല വിദ്യാരംഭം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താറില്ല. ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ഓം ശ്രീ ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിക്കൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന എത്രയോ വിദ്യാലയങ്ങളുണ്ട്. അല്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അങ്ങനെ നടത്താറില്ല. ഞാനിതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പൊതുവിദ്യാലയങ്ങളിലടക്കം വിദ്യാരംഭം എന്ന സങ്കല്പം തന്നെ എന്താണെന്ന്, വിദ്യാരംഭം എന്ന സങ്കല്പം എവിടെ നിന്നുണ്ടായതാ? അല്ല, അങ്ങ് പറയുന്നതിൽ വസ്തുതാപരമായ പിശകുണ്ട്. ഞാൻ നിങ്ങളെ തർക്കത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ ജൂൺ 5-ാം തീയതിയോ 4-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ മാധു, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ മാധു. വിദ്യാർത്ഥികളുടെ ഔദ്യോഗികമായ അധ്യയന വർഷത്തിന്റെ ആരംഭം നടത്താറുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഹരിശ്രീ എഴുതിയിട്ടല്ല അത് നടത്താറ്. അത് നമ്മൾ നമ്മുടെ വീട്ടിലോ ആരാധനാലയങ്ങളിലോ നമുക്ക് ഇഷ്ടമുള്ള അങ്ങ് പറഞ്ഞതുപോലെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, വിജയദശമി ദിവസം നമ്മുടെ രാജ്യത്ത് നിരവധി മതേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പത്രസ്ഥാപനങ്ങളടക്കം നിങ്ങളുടെ മാതൃഭൂമി നടത്താറില്ലേ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമല്ലല്ലോ ശ്രീ RV ബാബു. അല്ലെന്ന്. അപ്പൊ ഞാൻ പൊതുവിദ്യാലയ മാതൃഭൂമി എന്താ മതസ്ഥാപനമാണോ? അല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അത് ഇത് നോക്കൂ, ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന മാനേജ്മെന്റിന് സർക്കാരുമായി ഒരു ബന്ധവുമില്ല. ആ ദിവസം സർക്കാരിനായി ഒരു ബന്ധവുമില്ല. അതിലിപ്പോ പ്രതിപക്ഷത്തിനോ ഇടത് യുവജന സംഘടനകൾക്കോ അതിൽ ആക്ഷേപവുമില്ല. സർക്കാർ മതേതരമാണെന്ന് പറയുന്നു. മാധു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മതേതരത്തെ കുറിച്ച് പറയും. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച എന്തിനാണ് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്?
വെള്ളിയാഴ്ച എന്തിനാണ് ഉച്ചയ്ക്ക് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്? എന്ത് മതേതരത്വമാണ് മധു? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ നിങ്ങൾ നമ്മൾ ആരെയാണ് ഈ നിയമത്തിൽ പറഞ്ഞ് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യത്തിൽ എഴുതി ഈ വെച്ചിട്ടാണോ? സമൂഹത്തെ നമ്മുടെ മുഴുവൻ നിങ്ങൾ വിദ്യാഭ്യാസ പറഞ്ഞ് സമ്പ്രദായവുമായി പറ്റിക്കുകയാണ്. ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലല്ല, ഇനി എന്നിട്ട് നിങ്ങൾ മതേതരത്വം നിങ്ങൾക്കതിനെ പ്രസംഗിക്കുന്നു. ചോദ്യം ചെയ്യാനുള്ള അവസരവും എന്നിട്ട് നിങ്ങൾ നൽകുന്നുണ്ട്. അല്ലെ, മതേതരത്വം അങ്ങനെ പ്രസംഗിക്കുകയാണോ? പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം നിയമത്തിലുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നു. അതിനെ നടത്തുന്നവരുടെ രാഷ്ട്രീയം എന്താണ്, നടത്തുന്നവർ ആരാണ് എന്ന് നോക്കിയിട്ട് വിമർശിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കം നിങ്ങൾ ഓണത്തിന്, ക്രിസ്മസിന്, വിഷുവിന്, നല്ല സംസ്കാരം പെരുന്നാളിന് ഒക്കെ അവധി നൽകുക, ഇടവേള നൽകുക തുടങ്ങിയ കാര്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അധിക ഇന്റർവെല്ലും കൂടി നൽകിയിരിക്കുന്നത്. അവധി നൽകുന്നത് എല്ലാവർക്കും അവധി നൽകുന്നുണ്ട്. ഇടവേള എല്ലാവർക്കും നൽകുന്നില്ല. പക്ഷെ എല്ലാവരും പള്ളിയിൽ പോകണമെന്ന് പറയുന്നില്ല, എല്ലാവരും നിസ്കരിക്കണമെന്ന് പറയുന്നില്ല. അത് സ്കൂളിൽ വെച്ച് നടത്തുന്നില്ല, സ്കൂളിൽ ബാങ്ക് വിളിക്കുന്നില്ല. വിഷുവിനും അടക്കമുണ്ടല്ലോ. ഈ പറയുന്ന ഗുരുപൂർണിമ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഇടത്താണ് ആചാരപരമായ കാര്യം നടപ്പിലാക്കുന്നത്. അതൊരു സ്കൂളിനെ വേദിയാക്കിയിടത്താണ് ഈ വിമർശനം ഉണ്ടാകുന്നത്. അത് വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ആചാരപരമായ ഇടമല്ല. അത് ആചാരപരമായ വിദ്യാർത്ഥികളും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ ഇടം എല്ലാ വിദ്യാർത്ഥികളുമാണ്. ആ ഇടം അത് വിദ്യാലയമാണെങ്കിൽ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എങ്കിൽ ആ വിദ്യാലയമാണ് 2 മണിക്കൂർ അവധി കൊടുക്കുന്നതെന്നേ. എന്താ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സത്യം കേൾക്കുമ്പോ പൊള്ളും. എനിക്കൊരു പൊള്ളലും. കാരണം എന്താണെന്നറിയാമോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം, ഇപ്പൊ ഇവിടെ വലിയ മതേതരത്വം ഒക്കെ പറയുന്ന ആരും തന്നെ 1.5 വയസ്സായ കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു. എന്തിന്റെ കാര്യത്തിലാ? ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് കണ്ടില്ല. നമ്മുടെ നാട്ടില് 1.5 വയസ്സും 2 വയസ്സായ കുട്ടികൾക്ക് ചേലാകർമ്മം നടത്തിക്കൊണ്ട് അവരുടെ ബാലാവകാശത്തെ നിഷേധിക്കുന്ന ചടങ്ങുകൾ നാട് മുഴുവൻ നടക്കുക. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കേമന്മാർക്കും തയ്യാറല്ല. എന്നിട്ട് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന്റെ ന്യായീകരണം പറയുന്നു. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രവാദികളാണ്. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ അഭിമന്യുവിനെ സ്നേഹിക്കുന്ന ഈ സഖാവ് മനസ്സിലാക്കണം, അഭിമന്യുവിന്റെ കേസ് ഫയൽ എവിടെ പോയി? അഭിമന്യുവിന്റെ കേസ് ഫയൽ നഷ്ടപ്പെട്ടു മാഷേ. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഫയൽ ഉണ്ടാക്കുക. ഇത് ആരാ നഷ്ടപ്പെടുത്തിയത്? നിങ്ങൾക്ക് വല്ല ആത്മാർത്ഥയുണ്ടോ കേസിൽ? അഭിമന്യുവിന്റെ പ്രതിയെ പിടിച്ചത് എന്താണെന്നറിയാമോ? പ്രധാന പ്രതിയെ പിടിച്ചത് 2 വർഷം നിങ്ങളുടെ മൂക്കിന് താഴെ എറണാകുളത്ത് താമസിച്ച ആളാണ്. നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നോ 2 വർഷം? എന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ വലിയ വീരവാദം അടിക്കുന്നോ? ഞാനിവിടെ പറഞ്ഞത് SFIയുടെ രാവണൻ കോട്ടകൾ വളരെ ആസൂത്രിതമായി ഈ അരാജകവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. എല്ലാ കുട്ടികളും മാഫിയകളാണെന്നോ എല്ലാ കുട്ടികളും ഈ മയക്കുമരുന്നിന് അടിമകളാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ അധ്യാപകരെ അസഭ്യം പറയുന്നവരും അരാജകവാദികളായി, ഫ്രീ സെക്സ് വാദികളായി, ഇത് പറഞ്ഞത് കോളേജിന്റെ പ്രിൻസിപ്പളാണ് മാധു, ഞാൻ പറഞ്ഞതല്ല. ശരി. അപ്പോ SFIയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് ഏത് എന്ന് ശ്രീ RV ബാബു തന്നെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞത് മതേതരമായ ചടങ്ങാണ്, അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അത് SFIയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന് പറഞ്ഞു പോകുന്നു. ശരി, ശ്രീ PM അശോക്, വെള്ളിയാഴ്ചത്തെ ഇടവേള അതിന് പരിഹാരമായിട്ട് രാക്ഷസ കോട്ടകൾക്കെതിരായ പരിഹാരമായിട്ടാണ് നിങ്ങൾ അത് നടത്തുന്നത് എങ്കിൽ അത് രാഷ്ട്രീയ ചടങ്ങാണ്, അത് രാഷ്ട്രീയ പ്രതിരോധമാണ്. നേരത്തെ പറഞ്ഞ മതേതരത്തിന്റെ മേലാപ്പൊന്നും അതിൽ വെച്ച് വിശുദ്ധമാക്കല്ലേ ശ്രീ RV ബാബു? നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കണ്ട. ഞാൻ നിലവിലെ സാഹചര്യം എന്താണെന്ന് പറയുകയാണ്. ഇത് നിലവിലെ സാഹചര്യം SFI എന്നുള്ള പ്രസ്ഥാനം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വിദ്യാനികേതൻ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ സ്കൂളുകളിൽ ഈ ചടങ്ങ് നടക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള രാവണൻ കോട്ടകളായി നിലനിർത്താൻ കുട്ടികളെ ഈ തരത്തിലുള്ള അരാജകവാദികളായി കിട്ടണം, അവരെ ഫ്രീ സെക്സ് വാദികളായി കിട്ടണം, അവരെ ചുംബന സമരക്കാരായി കിട്ടണം, അവരെ ആർത്തവം സമരക്കാരായി കിട്ടണം. ഇങ്ങനെയുള്ള